ഇന്ന് ഫെബ്രുവരി 11th, സമയം രാവിലെ 6:15. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് എൻ്റെ മദർ ഇൻ ലോ ടു ബി. നീണ്ട 1.5 മണിക്കൂർ യാത്ര ഉള്ളത് കാരണം എൻ്റെ അച്ഛനും എൻ്റെ മദർ ഇൻ ലോയും നല്ല ഉറക്കത്തിലായിരുന്നു. ഫൈനലി നമ്മളിവിടെ എത്തി. എവിടെ ഗൈസ്, ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ഫാദർ ഇൻ ലോനെ കാണാനായിട്ട് പോവാണ്. മോഹനൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ കൂടെ അമ്മയുണ്ട്, റീനമ്മയുണ്ട്, അത് അപ്പൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ഫെബ്രുവരി 11th കാലിക്കറ്റ് എയർപോർട്ടിൽ രാവിലെ വന്നതാണ്. 7:45 ഫ്ലൈറ്റ് ഇവിടെ അറൈവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. അപ്പം ഇന്നലെ രാത്രിയൊക്കെ കുറേ വിളിച്ചിട്ട് ഇങ്ങനെ ഉപദേശമായിരുന്നു, പയ്യെ വരണം, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നോളാം, എന്നാലും പയ്യെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് കുറേ ഉപദേശിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ പയ്യാണ് വന്നത്. നേരത്തെ എത്തി, അമ്മ നേരത്തെ വന്ന്. അമ്മ 1.5 വർഷത്തിന് ശേഷം കാണാൻ പോകുന്നു. ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നു. 25 വർഷത്തിന് ശേഷം അച്ഛൻ്റെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. യെസ്, അപ്പോൾ ഇതൊരു ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് തന്നെ കുറേ പറയാനുണ്ട്, പക്ഷെ എനിക്ക് അമ്മ ഇരിക്കുന്നവരെന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേയ്സ് ചെയ്യും, ഞാൻ അച്ഛൻ വരുമ്പോൾ എടുക്കാം. കുറേ കാലത്തിന് ശേഷം കാണുന്നുണ്ട്. കരയോ? വീഡിയോ കൊടുക്കാനില്ല. നോക്കാം ഗൈസ്, അമ്മ കരയോ നോക്കാം. കരയോ? ഇല്ല, ഷീസ് എ സ്ട്രോങ് ലേഡി. തലവേദന. ഫാദർ ഇൻ ലോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാരുടെ നല്ല നല്ല മൊമെൻറ്റ്സ് വിറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റി. എന്തായാലും ലേറ്റ് ആയില്ലേ, എന്നാൽ ഞാൻ ഓടിപ്പോയിട്ട് റോസാപ്പൂ മേടിച്ച് വരാം. ഗൈസ്, ഓടിപ്പോയിട്ട് റോസാപ്പൂ മേടിച്ചിട്ട് വന്നു. വാലന്റൈൻസ് വീക്ക് ആയതുകൊണ്ട് അല്ല ഞാൻ കണ്ടു, ഡാഡീനെ കണ്ടു. വീഡിയോ കോളിൽ കാണുന്നതിനെക്കാട്ടും കുറേ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ചെറുപ്പക്കാരനാണ്, അത് പ്രായം തോന്നിക്കുന്നില്ല. ഞാനിപ്പോൾ പോയി കാർ എടുക്കട്ടെ. കാർ എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്ന് കൂട്ടും. റോസാപ്പൂ ഒക്കെ കൊടുത്തു. ഹലോ, എൻ്റെ വ്ളോഗ് ഉണ്ട് കേട്ടോ, എൻ്റെ വ്ളോഗ് ഉണ്ട്. ഇപ്പം നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മിസ് ചെയ്തു. ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഡ്രസ്സ് എടുക്കാൻ കയറി, എൻ്റെ അമ്മേനെ എൻ്റെ ഫാദറിൻ്റെ കണ്ടു. എനിവേയ്സ്, നമുക്ക് ബാക്കി കാണാം. നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. പൊട്ടിക്കലാണ് ഗൈസ്. ഗൈസ്, ഇതെനിക്കുള്ള പൊതിയാണ്. എന്താ മുട്ടായ? ബദാം പൊട്ടിക്കട്ടെ. അമ്മ അൺബോക്സ് അൺബോക്സിംഗ്. ഇതെന്താ? കടല. ഹായ്, മുട്ടായി. അല്ല, ഇതുണ്ടല്ലേ അണ്ടിപ്പരിപ്പ്. എന്നാ ഹായ്, ഗിഫ്റ്റ്. അച്ഛൻ വീഡിയോ എടുത്തു തരോ? Guys, this is my gift box.
വാച്ച് ഹായ്. അടിപൊളി. അച്ഛനും ഞാനും സെയിം ആയി. നോക്ക്. ഇതെന്റെ ഏസ് മേടിച്ചെന്നു അച്ഛൻ. താങ്ക് യു. ഇതെല്ലാം പോയി കളിയാണൊക്കെ തിന്നട്ടാ. എന്നാ ഇത് വെച്ചോ. അല്ല അത് രണ്ടാക്കാക്കിയതാ. അതന്നെ അന്തരക്കാക്കിയത്. രണ്ടിലാക്കിയതാ. എല്ലാം രണ്ടുണ്ട്. എനിക്കൊണ്ട് വീട്ടിലേക്ക് ഒന്നുണ്ട്, വേറെ ഉണ്ടല്ലോ. അന്തരക്ക് വരണ്ട്. ഈ അണ്ടിപ്പരിപ്പിന്റെ ഒരു പാക്കറ്റ് കണ്ടോ നിങ്ങള്? അത് പൺ ബോക്സ് പൊട്ടിച്ച് വിചാരിക്കാം. അണ്ടിപ്പരിപ്പ് ആ പാക്കറ്റ് കണ്ടോ? കണ്ടില്ലേ? അതുകൊണ്ടാ രണ്ടിലാക്കുന്നതാണ്. അതിപ്പം പൊട്ടിച്ച് വിചാരിക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തെ അതിന്റെ പാക്കറ്റ് മാത്രമേ ബാക്കിയുണ്ടോ, മൊത്തം മുട്ട് നിന്ന് തീർക്കും. അതുകൊണ്ട് മേടിക്കണ്ടെന്ന് പറയുന്നത്. ഹായ്, അതായിരുന്നു ഗ്യാസ്. അങ്ങനെ തിന്നോ. അത് ഓള് തന്നെ പറയുന്നത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കടയല്ലേ, എക്സ്ട്രാ ഇല്ലേ? ദിസ് ഈസ് മൈ ഫാദർ ഇൻ ലോ. ഏട്ടൻ വന്നു ഗൈസ്. ഏട്ടൻ വിത്ത് ഗ്യാസ്. ഗ്യാസ് ഏട്ടൻ. ഇതാണ് അച്ഛൻ്റെ പെങ്ങളും മോൻ ഡിഡോ. ഗൈസ്, നമ്മൾ ഇനി സ്ട്രൈറ്റ് ടു നാദാപുരം. ഞാനുണ്ട്, അച്ഛനുണ്ട്. അവര് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഷോപ്പിങ്ങിന് പോയി. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാനാണ് ബ്ലോക്ക് ഉണ്ടാക്കിയത്, എനിക്ക് അറിയത്തില്ല. എൻ്റെ ബാക്കിലൊരു ഓട്ടോറിക്ഷ ഉണ്ട്. എന്തായാലും ഗൈസ്, ഇതാണ് അപ്പുവിൻ്റെ വീട്. അമ്മമ്മ ഒരു ഹായ് പറ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഗർ. പണി കഴിഞ്ഞിട്ടില്ല. ഇവിടേക്ക് ഞാൻ കയറിയിട്ടില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കയറാം. കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. ഈ ഒരു കാലത്ത് സ്നേഹവും ആത്മാർത്ഥതയും നിഷ്കളങ്കതയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഈ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സ്നേഹമുള്ള ആൾക്കാരായിരിക്കണം, സ്നേഹമുള്ള ഫാമിലി ആയിരിക്കണം എന്നായിരുന്നു. ബാക്കിയുള്ള എല്ലാം തനിയെ വന്നോളും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഐ ഷുഡ് സേ ഐ എം ഹാപ്പി.